നമസ്കാരം. കരുവന്നൂർ കേസിൽ ആശങ്ക അറിയിച്ച് CPM കേന്ദ്ര കമ്മിറ്റി. പാർട്ടിയെ കേസിൽ പ്രതി ചേർക്കുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഏറെ ഗൗരവത്തോടെയാണ് ദേശീയ നേതൃത്വം വിഷയത്തെ കാണുന്നത്. 300 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് കേസ് കേരളത്തിൽ പാർട്ടിയുടെ വേരറുക്കുമോ എന്ന ആശങ്കയാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. സംസ്ഥാനത്ത് CPMന്റെ ശക്തി സഹകരണ ബാങ്കുകളാണ്. സഹകരണ മേഖലയുടെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ കരുവന്നൂർ കേസ് ഇടയാക്കിയെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. കേസിൽ മുതിർന്ന നേതാക്കളുടെ അറസ്റ്റ് ഭയന്ന് CPM നേതൃത്വം EDക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ്. ഇതിനായി കപിൽ സിബൽ ഉൾപ്പെടെ പ്രമുഖ അഭിഭാഷകരെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തോട് കരുവന്നൂർ കേസിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിലെ മിനിറ്റ്സുകളും കേസിന്റെ വിശദാംശങ്ങളും ഉടൻ നൽകാനാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണവും നൽകണം. തട്ടിപ്പ് കാലയളവായ 2012 മുതലുള്ള വിശദാംശങ്ങളെയാണ് പാർട്ടി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. കരുവന്നൂരിൽ പാർട്ടി ജില്ലാ ആസ്ഥാന ഘടകങ്ങൾക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട്. സഹകരണ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിമാരും വീഴ്ച വരുത്തി. ദേശീയ തലത്തിൽ തന്നെ പാർട്ടിക്ക് വലിയ നാണക്കേടാണ് കരുവന്നൂർ ഉണ്ടാക്കിയത്. ED കേസിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ പാർട്ടിക്ക് അത് വലിയ തിരിച്ചടിയാകും. സംസ്ഥാനത്തെ സഹകരണ മേഖല തകരും. ഇത് മുൻകൂട്ടി കണ്ടാണ് EDയെ തടയാൻ മുതിർന്ന അഭിഭാഷകരെ ഉപയോഗിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാൻ നേതൃത്വം ആലോചിക്കുന്നത്. പാർട്ടിയെ നേരിട്ട് പ്രതി ചേർത്തതോടെ തൃശൂർ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ആശങ്കയിലാണ്. ഏത് നിമിഷവും പിടിവീഴുമെന്ന സാഹചര്യത്തിലാണ് നേതാക്കൾ.